ഹലോ, ഇത്തവണത്തെ നമ്മുടെ ജെഇ റിസൾട്ട് സൈലത്തെ സംബന്ധിച്ച് അത്യുഗ്രൻ റിസൾട്ടാണ്. ഈ റിസൾട്ടിന് സൈലത്തോടൊപ്പം നിന്ന അൻഷിഫ് റഹ്മാനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു എൻറ്റയർ റിപ്പീറ്റർ ജേണി വഴി അഡ്വാൻസ്ഡ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്തു എന്നും അതുപോലെ തന്നെ ഈ എക്സാമിൽ അൻഷിഫ് ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നും നമുക്ക് അൻഷിഫിനോട് തന്നെ ചോദിക്കാം. സോ അൻഷിഫെ, ഈ ഒരു എൻറ്റയർ അൻഷിഫ് ഒരു റിപ്പീറ്ററാണ്. ഈ ഒരു വർഷം എൻറ്റയർ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുൻപ് തുടങ്ങി റിപ്പീറ്റർ ഇയർ ത്രൂ നമ്മുടെ ഈ അഡ്വാൻസ് എക്സാം വരെയുള്ള ആ ഒരു ഓവറോൾ ജേണി അൻഷിഫിനൊന്ന് സമ്മറൈസ് ചെയ്യാമോ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ +2 കൂടെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞ് +2 ലാസ്റ്റ് ആയപ്പം മെയിൻസിനെ പറ്റി കേട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് മെയിൻസിൻ്റെ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പം അങ്ങനെ ചെയ്തു. ഫസ്റ്റിൻ്റെ ഒരു 92% കിട്ടി. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ വന്ന് സൈലത്തിൽ ജോയിൻ ചെയ്തു. സൈലത്തിൻ്റെ അഡ്വാൻസ് ബാച്ചിൽ നല്ലൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരുന്നു ആദ്യം തുടങ്ങി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ആദ്യം തന്നെ മെയിൻസ് തന്നെയായിരുന്നു നോക്കിയിരുന്നത്. മെയിൻസിൻ്റെ ഫസ്റ്റ് ഫേസ് വരെ മെയിൻസിൻ്റെ PYQസും ക്ലാസ്സിൽ നോട്ട്സും ഒക്കെ കൂടുതലായിട്ട് റെഫർ ചെയ്തത്. അപ്പം നമുക്ക് ജെഇ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഫേസിലായിട്ടാണല്ലോ എക്സാം നടക്കുന്നത്, രണ്ട് ഷിഫ്റ്റ് ആയിട്ട്. അപ്പം അതിനകത്ത് ബെസ്റ്റ് ഓഫ് 2 എടുക്കുന്നത്. അപ്പോൾ അൻഷിഫിന് എങ്ങനെയുണ്ടായിരുന്നു ബെസ്റ്റ് ഓഫ് 2 സ്കോർ എവിടെ വന്നത്? ബെസ്റ്റ് ഓഫ് 2 എനിക്ക് ഫസ്റ്റ് ഫേസിലാണ് വന്നത്. ഫസ്റ്റ് ഫേസ് തന്നെ ഒരു 97% അക്വയർ ചെയ്തു. അപ്പോൾ ബേസിക്കലി ആ സമയത്ത് തന്നെ നമ്മൾ NIT ഗ്യാരണ്ടി ഉറപ്പിച്ചു. പിന്നെ അഡ്വാൻസിൽ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാലേ, ഞാൻ കുറേ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സ്കോർ കിട്ടിയത് ഫേസ് 2ലാണ്. അപ്പോൾ ഫേസ് 2 നല്ല സ്കോർ കിട്ടുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് 1 തുടങ്ങി ഫേസ് 2 വരെയുള്ള ടൈം നമ്മൾ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് കിട്ടൂല. പക്ഷെ അതേസമയം അൻഷിഫിനെ സംബന്ധിച്ച് നമ്മൾ ഫേസ് 1 അത്യാവശ്യം 97% NIT ഗ്യാരണ്ടീഡ് ആയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡ്വാൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫേസ് 1 കഴിഞ്ഞിട്ടാണോ? ഫേസ് 1 കഴിഞ്ഞിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ പിന്നെ എനിക്ക് 97 ഉള്ളത് കൊണ്ട് അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് അത്ര തോന്നിയില്ല. പിന്നെ അഡ്വാൻസിന് വേണ്ടി നല്ല ആഞ്ഞു പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ മെയിൻസിന്റെ പ്രിപ്പറേഷൻ മാറി അഡ്വാൻസ്ഡ് പ്രിപ്പറേഷനിലേക്ക് മാറുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡിഫറൻസസ് ഫീൽ ചെയ്തത്? ഡിഫറൻസ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എണ്ണം കുറച്ചിട്ട് കൺസെപ്ച്വൽ ആയിട്ടുള്ള ഡീപ്പായിട്ട് പോയി ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കി. ടീച്ചേഴ്സിനോട് കൂടുതൽ ഡൗട്ട് ചോദിച്ചു, മറ്റേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ നോക്കി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ മെയിൻസിന്റെ കേസ് വരികയാണെങ്കിൽ, മെയിൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ മെയിൻസിന് അതാകെ ഒറ്റ ടൈപ്പ് ഓഫ് ചോദ്യമുള്ളൂ. അതായത് 4 ഓപ്ഷൻ ഉണ്ടാവും, ഒരെണ്ണം ശരിയാക്കിയാൽ മാത്രം മതി. പക്ഷെ അതേസമയം അഡ്വാൻസിന്റെ പാറ്റേണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പല വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. ഇൻറ്റീജർ ടൈപ്പ് ഉണ്ട്, അത് പക്ഷേ മെയിനിലുണ്ട്. എന്നാലും ഇപ്പം ഇന്നലെ ഞാൻ വേറൊരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4. 25% ഒരു ആൻസർ കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ജെഇ മെയിൻ ആകുമ്പോൾ. അതേസമയം നമ്മൾ അഡ്വാൻസിലേക്ക് പോകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ കറക്റ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 25% അല്ല ന്യൂമറിക്കലും. അപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ ഒരു ചോദ്യം ശരിയായിട്ട് കിട്ടാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അൻഷിഫ് കൺസിഡർ ചെയ്യുന്നത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണോ, അതോ കുറച്ചും കൂടെ ഏറെക്കുറെ ട്രിക്ക് വെച്ച് ചെയ്യാന്നുള്ളതാണോ? കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ് വേണ്ടത്. അതെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഇത് എങ്ങോട്ടാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു ഫേസ് 1 ശേഷം അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അൻഷിഫ് സ്റ്റാർട്ട് ചെയ്തല്ലേ? ആ സമയത്തേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണെന്ന് അൻഷിഫ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് ഫേസ് 1 ശേഷം? ടീച്ചേഴ്സ് റെഫർ ചെയ്ത ബുക്സ് നോക്കി, പിന്നെ NCERT നല്ലോണം തറവാക്കാൻ നോക്കി. അങ്ങനെ ക്വസ്റ്റ്യൻസ് PYQs ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. PYQs പല രീതിയിലും ചെയ്ത് നോക്കിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ടൈം മിനിമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പോലെ. നമ്മൾ ഈ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകുമ്പോഴത്തേക്കും ടൈം ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം മെയിൻ സംബന്ധിച്ച് പലരും പറയുന്ന കാര്യമാണ്, സാർ എനിക്ക് സമയം തികഞ്ഞില്ല. കാരണം എല്ലാ ചോദ്യം പ്രോപ്പറായിട്ട് വായിച്ചെത്താൻ പോലുള്ള സമയം ചിലപ്പോൾ മാത്സിലൊക്കെ ഡിഫിക്കൽട്ടാണ്. കെമിസ്ട്രി ഒക്കെ എന്തായാലും തീരും, ഫിസിക്സ് ഒരു പരിധി വരെ തീരും, മാത്സിലുള്ള എല്ലാ ചോദ്യം ചിലപ്പോൾ കവർ ചെയ്തെത്തണമെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അഡ്വാൻസിനുണ്ടോ? ഇല്ല, അഡ്വാൻസ് നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ട് ആ ടൈമിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ട് മൈൻഡ് ആക്റ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ ഇഷ്യൂ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സാധാരണ ഒരു കോമ്പറ്റീവ് നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ ഒരു പരിധി വരെ ടൈം എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിനാണ്. പക്ഷെ അതേസമയം അഡ്വാൻസ് എക്സാമിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ടൈം അല്ല പ്രശ്നം. നിങ്ങൾക്ക് എത്രത്തോളം കോൺസെപ്ച്വലി ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നിങ്ങൾ കോൺസെപ്റ്റ്ലി സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ബേസിക്കലി അഡ്വാൻസ് ചെക്ക് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ തന്നെ പിന്നെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മോക്ക് എക്സാമുകൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും മോക്ക് എക്സാമിലൂടെയാണ് ഇങ്ങനെ ഒരു പാത്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അത് നമുക്ക് എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക, എക്സാമിൽ എങ്ങനെയാണ് ഇത്
അറ്റൻഡ് ചെയ്യേണ്ടത് ഉം. അവർ അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഉം. കിട്ടിയത് അപ്പോൾ നോക്കിയിട്ട് ശരിക്കും അൻഷിഫിനെ സംബന്ധിച്ച് ആ സ്ട്രാറ്റജി എന്തായിരുന്നു? അതായത് എങ്ങനെയാണ് ആദ്യത്തെ സബ്ജക്റ്റ്, ഏതാണ് ഏറ്റവും പ്രിഫറബിളി ആദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആദ്യം എല്ലാ സബ്ജക്റ്റിലും ഉം. ഈസി ഉള്ളത് എടുത്ത് ഐഡന്റിഫൈ നോക്കി ചെയ്തിട്ട് എടുത്ത് നോക്കി ചെയ്യുക. ഉം. പിന്നെ അപ്പം നമുക്കൊരു ഡിഫിക്കൽട്ടി ഓർഡർ കിട്ടും, ആ. ഏത് സബ്ജക്റ്റാണ് നല്ലോണം ചെയ്യാൻ പറ്റുന്നതെന്ന്. എന്നിട്ട് സബ്ജക്റ്റ് മാത്രമല്ല ചിലപ്പോൾ ചോദ്യങ്ങളിലും ഈ ചോദ്യങ്ങൾ ചോദ്യം എളുപ്പമാണ്, മറ്റേ ഇച്ചിരി ടഫാണ്, ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടിലായിരിക്കും ഓരോ സബ്ജക്റ്റാക്കി എടുത്തിട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ ഒരു അഡ്വാൻസ്ഡ് എക്സാം എഴുതുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ആ. ഫസ്റ്റ് ഇക്ബാൽ സാർ ആദ്യം പറഞ്ഞിരുന്നു, ഉം. ആദ്യം എന്തായാലും ടെൻസ്ഡ് ആവും, ഉം. അപ്പം അത് നോക്കി ചെയ്തിട്ട് വേണം കയറാൻ പറഞ്ഞു. ആദ്യത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് ആ റെഡിയായ ശേഷം വേണം നമ്മൾ ആക്റ്റീവായിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ. ആ സാറ് പറഞ്ഞപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ചിട്ടായിരുന്നു പോയത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അൻഷിഫിനെ സംബന്ധിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഏറ്റവും ഹോൾഡുള്ള സബ്ജക്റ്റ് എന്ന് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാ? ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാനൊരു ഗസ് പറയുകയാണ്, എഞ്ചിനീയറിംഗിലേക്കുള്ള ആ ഒരു പാഷൻ ഉണ്ടാവാനുള്ള കാരണം കുറച്ചുകൂടെ നമുക്ക് ഫിസിക്സ് താല്പര്യമുള്ളത് കൊണ്ടായിരിക്കണം. അതെ. അപ്പം അൻഷിഫിനെ സംബന്ധിച്ച് മുൻപോട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഏത് കോളേജാണ് അൻഷിഫ് ടാർഗറ്റ് ചെയ്യുന്നത്? IITs തന്നെയാണ്. IITയിൽ പ്രത്യേകിച്ച് അതിൽ IIT മനസ്സിലുണ്ടോ മദ്രാസ് കിട്ടുവാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ ഓക്കെ. എഗെയിൻ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ എന്തായാലും കാണുന്ന ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാർ പലരും എക്സ്പെക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി, അല്ലേ? അപ്പോൾ അൻഷിഫിനെ സംബന്ധിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയായിരുന്നു? മെയിനായിട്ട് ഹോസ്റ്റലിലേക്ക് മാറി അവിടുന്ന് പിയറിൻ്റെ കൂടെ നമ്മുടെ പിയർ ഗ്രൂപ്പ് എല്ലാവരും, ഹോസ്റ്റലിലുള്ള എല്ലാ ആൾക്കാരും ഇതേ ഒരു ആംബിയൻസും ഇതേ ഒരു മൂഡും ഇതേ ഒരു എനർജിയും കീപ്പ് ചെയ്യുന്നവരല്ലായിരുന്നോ? അതെ 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 തീർച്ചയായിട്ടും. അവരെ കൂടെ തന്നെ അവർ പഠിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മളും പഠിച്ചു പോകും സാധാരണ. അപ്പോൾ ആ ഒരു മൊമെന്റത്തിൽ അങ്ങ് മുൻപോട്ട് പോവുകയാണ്. മേ ബി ഒരു കുട്ടി ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം, അതായത് അവന് +2 കഴിഞ്ഞ ആദ്യത്തെ അറ്റംപ്റ്റിൽ അവന് ജെയിനെ പറ്റി വലിയ കാര്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല, JEE എക്സാം അത്ര തറവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല എഴുതുന്നത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു 80% അല്ലെങ്കിൽ 85% സ്കോറേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരാൾക്ക് IIT, അതായത് JEE അഡ്വാൻസ് എക്സാം ക്രാക്ക് ചെയ്താൽ IITയിലേക്ക് എത്തുക എന്നുള്ളത് പോസിബിൾ ആണോ? അല്ലേ? പോസിബിൾ ആണോന്ന് ചോദിച്ചാൽ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ എന്തും പോസിബിൾ ആണ്. അപ്പം നല്ലോണം വർക്ക് ചെയ്യണം. ഈ ഒരു റിപ്പീറ്റിംഗ് ഇയർ നമ്മൾ അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആണ്, പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ല. ഓക്കെ. സോ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ റിപ്പീറ്റർ ജേണിയിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ചില ചാപ്റ്ററൊക്കെ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളെങ്കിലും ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ലോഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അൻഷിഫിന്? എനിക്ക് ഏകദേശം 1 മാസത്തിനടുത്തോളം ജോണ്ടിസ് വന്നിട്ട് കുറെ ചെയ്യാൻ പറ്റാണ്ട് നോക്കിയായിരുന്നു. ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പം കുറെ ബാക്ക്ലോഗ് ആയി. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ മറ്റേതും കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സും കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ളത് നോക്കി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു. പക്ഷെ അതൊക്കെ കവർ ചെയ്യാൻ പറ്റിയോ വിത്തിൻ ദ ടൈം? പറ്റി. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആ ഒരു ബാക്ക്ലോഗ് ഉണ്ടെങ്കിലും വിത്തിൻ ദ ടൈം ഫ്രെയിം നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും, വരാതിരിക്കാനാണ് നമ്മൾ നോക്കുക. എന്നാലും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അൻഷിഫ് ഈ ഒരു ലെവൽ ഓഫ് സക്സസിലേക്ക് എത്തി, ഇപ്പോൾ തോന്നുകയാണേ ഇനി എനിക്ക് ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് കാലം പുറകോട്ട് പോകാൻ പറ്റി. അങ്ങനെ പുറകോട്ട് പോയാൽ എന്തായാലും നമ്മുടെ റിപ്പീറ്റിംഗ് ജേണിയിൽ, ഇപ്പം ഞാനൊരു റിപ്പീറ്ററാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതുപോലെ ചിലപ്പോൾ അൻഷിഫിന് തോന്നാം, ഞാൻ എൻ്റെ ഈ റിപ്പീറ്റിംഗ് ജേണിയിൽ ഈ ഒരു മിസ്റ്റേക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്കും കുറച്ചും കൂടെ റാങ്കും കിട്ടിയേനെ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ചാൻസ് കൂടെ കിട്ടിയാൽ കറക്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ കുറേ ഉറക്കമൊളിച്ചിരുന്ന് പഠിക്കാനൊക്കെ നോക്കിയായിരുന്നു, മോട്ടിവേഷൻ കൂടി പോയിട്ട്. അപ്പം അത് മിസ്റ്റേക്ക് ആയി പോയെന്ന് തോന്നി. പിന്നെ അപ്പം അത്ര എഫിഷ്യൻ്റ് ആവാനും പറ്റിയില്ല. അതായത് കൂടുതൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അത്രത്തോളം എഫിഷ്യൻസി കുറയും. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മുടെ ആക്ടിവിറ്റി കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാവുന്നതല്ലേ? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ എനർജിയും മൈൻഡും ഫുഡും സ്ലീപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ. വേറെ എന്തെങ്കിലും തോന്നിയിരുന്നോ? കുറേ സ്ട്രെസ്ഡ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്ത്. ആദ്യമൊക്കെ അങ്ങനെ സ്ട്രെസ്ഡ് ആയത് കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൻ്റെ ഒരു കളിയാണ്. അതുപോലെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റേക്ക് അനാലിസിസ് എന്ന് പറയുന്ന സംഭവം അൻഷിഫിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ? അതോ അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തിരുന്നോ ആദ്യം തുടങ്ങി? ഇല്ല, ആദ്യം അങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയായിരുന്നു ഇതിലേക്ക് പോകേണ്ടിരുന്നത്. അപ്പം
സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് അല്ല ഫസ്റ്റ് ഫേസ് തന്നെ കഴിഞ്ഞ് ആ. മെയിനായിട്ട് അത് തന്നെയാണ് ചെയ്തത്. പിന്നെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉം. കൂടുതൽ ഫോക്കസ് ചെയ്ത് മിസ്റ്റേക്ക് അനാലിസിസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു റിപ്പീറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ അൻഷിഫിനെ സംബന്ധിച്ച് അൻഷിഫിൻ്റെ ആ ഒരു റിപ്പീറ്റർ ജേണി സക്സസ്ഫുള്ളായി സൈലത്തിൻ്റെ ഒപ്പം അൻഷിഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനിയും ഫ്യൂച്ചറിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും പുതിയ എൻഡോവേഴ്സുമായിട്ട് അൻഷിഫ് എന്തായാലും ഇനി മുൻപോട്ട് തന്നെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും അൻഷിഫിനെ സംബന്ധിച്ച് IIT മദ്രാസ് ആണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ ഡ്രീംസും സക്സസ്ഫുൾ ആവട്ടെ എന്നുള്ള ആശംസകൾ മാത്രം. സോ നമുക്കിനിയും കാണാം അൻഷിഫെ.